പക്ഷേ അങ്ങനെ പറയുമ്പോഴും അദാനിയുടെ കമ്പനികൾക്ക് ആകെ ഉള്ള കടത്തിൻ്റെ കണക്കെടുത്താൽ റിപ്പോർട്ട്സ് പറയുന്നു 2,00,000 സംതിങ്, അത് 2,01,000 മറ്റോ ആണ് കോടി രൂപ, 2,00,000 കോടി രൂപയുടെ കടം അദാനിയുടെ വിവിധ കമ്പനികൾക്കുണ്ട്. ഈ കടം എവിടെ നിന്ന് എടുത്താണ് എന്ന് പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ബാങ്കുകൾ പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഏതാണ്ട് 86,000 കോടി രൂപ അദാനിക്ക് കടം കൊടുത്തിട്ടുണ്ട്. അതിൽ 60,000 കോടി രൂപ നമ്മുടെ SBI പോലെയുള്ള പൊതുമേഖലാ ബാങ്കുകൾ കൊടുത്തിട്ടുള്ള കടമാണ്. ഇത്രയധികം കോടികൾ, പരശതം കോടികൾ എങ്ങനെ അദാനിക്ക് വളരെ വേഗത്തിൽ കടം കിട്ടുന്നു? ആ പരിശോധന പോയാൽ ആദ്യത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിലേക്ക് നമുക്ക് ചെല്ലാം. അതായത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി 75% മാത്രമേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി 25% വിപണിയിൽ ഉണ്ടായിരിക്കണം നിയമം ഉണ്ടായിരിക്കെ വിദേശത്തെ കമ്പനികൾ വഴി അദാനി തന്നെ ഇത് വാങ്ങിക്കൂട്ടുകയാണ്. വാങ്ങിക്കൂട്ടി ഒരു വ്യാജ പ്രതീതി ഉണ്ടാക്കി അദാനിയുടെ ഓഹരികൾക്ക് വൻ മൂല്യമുണ്ട് എന്ന വിപണി അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ഉയർന്ന മൂല്യം എന്ത് ചെയ്യുന്നു? കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച് കോടാനുകോടി എടുക്കുന്നു. അതുകൊണ്ടാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ പറഞ്ഞത് ഇന്ത്യൻ ബാങ്കിങ് മേഖലയുടെ നെറുകൻ തലയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു കൊടുവാളാണ് അദാനി എന്ന്. കാരണം അദാനി ഇതൊരു കുമിള ഉണ്ടാക്കിയിരിക്കുകയാണ്, സോപ്പ് കുമിള. ആ കുമിള വെച്ചിട്ട് ഇതൊരു സ്വർണ്ണക്കനി എന്ന പേരിൽ വായ്പ എടുത്തിരിക്കുന്നു. വായ്പ കൊടുക്കാൻ അവർക്കും തടസ്സമൊന്നുമില്ല. ഇത് എവിടെയാണ്? ആരുടെ പൈസയാണ്? LIC പോലും നിക്ഷേപിച്ചിട്ടുണ്ട്. LICയുടെ കഴിഞ്ഞ തവണ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 3,000 കോടി രൂപയാണ് മൂല്യം ഇടിഞ്ഞു പോയത്. ഉണ്ടായിരുന്ന ഓഹരി വില ആരുടെ പൈസയാണ്? നമ്മുടെ പൈസയാണ്. അപ്പോൾ ഈ പറഞ്ഞ SBIയും LICയും പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് ബാങ്കുകൾ പലതും കൊടുത്തിട്ടുള്ള പണം എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ റിപ്പോർട്ട് ഇതാണ്: വ്യാജമായ ഓഹരി മൂല്യം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അദാനി പൊതുമേഖലാ ബാങ്കുകളിൽ നടക്കാം കടം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അപകടമുണ്ട്, അത് അന്വേഷിക്കണം എന്ന ആവശ്യം വരുന്നു. ആരാ അന്വേഷിക്കേണ്ടത്? സെബി അന്വേഷിക്കണം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനെതിരെ വരുന്ന, വ്യവസായിക്കെതിരെ വരുന്ന ആരോപണം ആരുന്നയിച്ചാലും അതിനകത്ത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ കേവലമായ ആരോപണങ്ങളല്ല. അവരുടെ കയ്യിൽ ഡേറ്റയുണ്ട്, അവരുടെ കയ്യിൽ വിസിൽ ബ്ലോവേഴ്സ് പുറത്തുവിടുന്ന വിവരങ്ങൾ, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ പകർപ്പുകളടക്കമുണ്ട്. ഇത് മുഴുവൻ തയ്യാറാക്കിയ ശേഷം അതത് കൺസേൺ പാർട്ടിക്ക് നിങ്ങൾക്ക് ഇതിന്മേൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുണ്ടോ എന്ന ചോദ്യം ആദ്യം കൊടുക്കും. ആ ചോദ്യത്തിന് റിപ്ലൈ കിട്ടിയതിന് ശേഷമേ പ്രസിദ്ധീകരിക്കൂ. അതായത് സംതിങ് ബിഗ് ഇസ് കമ്മിങ് എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ രണ്ടാമത്തത് വരുന്നതിന് മുമ്പ്. അതിന് മുമ്പ് ഈ മാധബി ബുച്ചനും അവരുടെ ഭർത്താവ് ധവൽ ബുച്ചനും അവർ ക്വസ്റ്റ്യനെയർ അയച്ചിട്ടുണ്ട്. ഇത്ര വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിൽ വിസിൽ ബ്ലോവർ എന്ന വിവരങ്ങളുണ്ട്, ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇതിൻ്റെ കോപ്പിയുണ്ട്, വല്ലതും പറയാനുണ്ടോ എന്ന്. ഒന്നും പറയാത്തതുകൊണ്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അതടക്കം വെച്ചുകൊണ്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടിന്മേൽ സെബിക്ക് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. സെബി അന്വേഷിക്കുന്നില്ല. സുപ്രീം കോടതി പോകുന്നു, സുപ്രീം കോടതി കമ്മിറ്റിയെ വെക്കുന്നു, കമ്മിറ്റി പറയുന്നു സെബിയാണ് അന്വേഷിക്കേണ്ടത്. സെബി പറയുന്നു ഇയാൾക്കെതിരെ പരാതിയുണ്ട്, 24 പരാതിയുണ്ട്, ഞങ്ങൾ 23 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഒന്നുകൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിനകത്ത് ചില ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടാനുള്ള പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ 24ാമത്തെ പരാതി ഹോൾഡ് ചെയ്തിട്ടുള്ളത്. OCCRP പോലെ ഇപ്പോൾ നേരത്തെ അജിംസ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവർക്ക് കിട്ടിയ വിവരം പോലും സെബിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ സെബിയുടെ പണി എന്താണ്? മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട് വിവരം. സെബി ഇത്രയും വലിയൊരു ഏജൻസിയായിട്ട് സെബിക്ക് വിവരങ്ങൾ കിട്ടുന്നില്ല പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സെബിയുടെ അന്വേഷണം തൃപ്തികരമാണെന്ന് വിചാരിച്ച് സുപ്രീം കോടതി ശരി നടക്കട്ടെ എന്ന് പറയുന്നു. കാരണം ഒന്ന്, എക്സ്പെർട്ടൈസ് അവരുടെ കയ്യിലാണ്. രണ്ടാമത്തേത്, ഒരു ഇന്ത്യയിലെ സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട് വലിയൊരു കക്ഷിയെക്കുറിച്ചുള്ളതാണല്ലോ. വെറുതെ കയറി എന്തെങ്കിലും ഉത്തരവിട്ട് കുളവാക്കാൻ കോടതി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുകയാണ്. എന്തുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ട് എന്താണ്? രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞത് മാധബി പുച്ച് നേരത്തെ പറഞ്ഞ പോലെ സ്വകാര്യ മേഖലയിൽ മാത്രം പണിയെടുത്ത് പരിചയമുള്ള ഒരാളെ 2017 മോദി കൊണ്ടുവന്ന് ഇതിൻ്റെ ആരാക്കുന്നു, ഫുൾ ടൈം മെമ്പറാക്കുന്നു. അടുത്ത ഘട്ടത്തിൽ അവർ ചീഫാകുന്നു. 2015 അവർക്ക് മൗറീഷ്യസിൽ $7.5 ലക്ഷം നിക്ഷേപം വിനോദ് അദാനി എന്ന് പറഞ്ഞ ഇയാളുടെ എൽഡർ ബ്രദറുമായിട്ടുള്ള കമ്പനിക്കകത്തുണ്ട്. അവരടുത്ത സുഹൃത്തുക്കളും ഒരുമിച്ച് നിക്ഷേപിക്കുന്നവരും അതിൻ്റെ പ്രധാനപ്പെട്ട ആ ഫണ്ടിൻ്റെ ചുമതലക്കാരൻ അദാനി ഗ്രൂപ്പിൻ്റെ ഡയറക്ടറുമാണ്. അവർക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന അവർ 2015 വിനോദ് അദാനിക്കൊപ്പം മാസീവ് ഫണ്ടിങ് എവിടെ നടത്തുന്നു? ഒരു മൗറീഷ്യസ് കമ്പനിയിൽ നടത്തുന്നു. അതേ ആളെ 2017 മോദി അപ്രതീക്ഷിതമായി എവിടുന്നോ ഒരാളെ കൊണ്ടുവന്ന് ഇതിനകത്ത് ചേർക്കുന്നു. പിന്നീട് അവർ ചീഫാവുന്നു. അതിനുശേഷം അവർ നടത്തിയിട്ടില്ല. അവരുടെ ഫണ്ട് ജോയിൻ്റ് അക്കൗണ്ടായിരുന്നു, അത് ഭർത്താവിൻ്റെ പേരിലേക്ക് മാറ്റണം, പിന്നീട് വിഡ്രോ ചെയ്യണം. ഇതെല്ലാം സെബിയുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് സ്വന്തം പേഴ്സണൽ ഇമെയിൽ അക്കൗണ്ട് വഴിയാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇത് പുറത്തു വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ ഭർത്താവ് ഈ പറഞ്ഞ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ ഏജൻസിയുടെ സീനിയർ അഡ്വൈസർ ആയിരിക്കും. ആ ഏജൻസിക്ക് വേണ്ടി സെബി ചെയ്തു കൊടുത്തിട്ടുള്ള നടത്തിയ പ്രചാരണങ്ങളുടെ വിവരങ്ങൾ, അതുവഴി ആ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ഇതെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടാണ് വിവരം പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ കണ്ടത്? വേലി വിളവ് തിന്നുകയാണ്. സെബി എന്തുകൊണ്ട് അദാനിക്കെതിരായ കാര്യം അന്വേഷിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സെബിയുടെ തലപ്പത്തിരിക്കുന്ന മാധബി ബുച്ചിന് എന്താണ് മൗറീഷ്യത്തിലെ ഇടപാട്, എന്താണ് ഈ പറഞ്ഞ ബെർമുഡയിലെ ഇടപാട്, എന്താണ് കള്ളപ്പണ ഇടപാട്, ആർക്കൊക്കെയാണ് കാശുള്ളത്, ഇതുവഴിയാണ് വരുന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ എവിടെയൊക്കെ ഉണ്ട്, അദാനിയുടെ ആരൊക്കെ പൈസ കൊണ്ട്, എല്ലാം അവർക്കറിയാം. എന്നിട്ട് അവരതിൻ്റെ തലപ്പത്തിരിക്കുകയാണ്. 2015 വിനോദ് അദാനിക്കൊപ്പം അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി അവർ 2017 ഇവിടെ സെബിയിൽ വരണമെങ്കിൽ ആരായിരിക്കും ആ തീരുമാനമെടുത്തുണ്ടാവുക?
ആ തീരുമാനം എടുത്തത് സ്വാഭാവികമായ അദാനിയാണ്. മോദി അത് താഴെ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഗുരുതരമായ ഒരു ആരോപണം ഇന്ത്യയിലെ ഒരു കോടീശ്വരനെതിരെ വരുന്നു. ഇന്ത്യയിലെ ഏതൊരു കോടീശ്വരനല്ല, ആ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് കോടാനുകോടി കടമെടുത്തിട്ടുള്ളതാണ്. എത്ര പേര് പൈസ അങ്ങ് അടിച്ചുകൊണ്ട് പോയെന്ന് നമുക്കറിയാമല്ലോ. കോടാനുകോടി അടിച്ചുകൊണ്ട് പോയവർ. അത്ര സീരിയസ് ആയിട്ടുള്ള കേസാണ് അത്. ഒരു ഇപ്പം എന്താണ്, നേരത്തെ അജിംസ് പറഞ്ഞ മാധവിപുരി ബുച്ചിനെ മാറ്റിയ വേറൊരാളെ മോദി കൊണ്ടുവരും. അവരന്വേഷിച്ചാൽ നോക്കുമോ? മോദി കൊണ്ടുവരുന്ന ഒരാൾ. അപ്പം അന്വേഷിക്കേണ്ടത് ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് കൂടി വിശ്വാസമുള്ള ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണം വാട്ട്സ് ഹാപ്പനിങ് ഇൻസൈഡ് എന്ന് പറഞ്ഞ സംഗതി മനസ്സിലാവണമെങ്കിൽ. അത് മോദി സമ്മതിക്കില്ല. അന്വേഷിച്ചാൽ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. അങ്ങനെ വന്നാൽ അദാനി വീഴും. അദാനിയെ ബുദ്ധിമുട്ടിക്കാൻ മോദി ആഗ്രഹിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വ്യവസ്ഥ.